തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന്
രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹയുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം മാന്ത്രികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരുല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധത നടക്കുകയില്ലെന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനു
ഞങ്ങളുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. കർത്താവേ, മിശിഹ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ
ഈശോമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. മിശിഹായിലുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലോരാശയം ഇമ്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. തീർത്ഥമനുഗ്രഹപൂരിത കവിത പൂരിക പോലെന്നാവിപ്പോ. പാതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ച് ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ടു ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു.
കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, ഇന്ന് വിവാഹമെന്ന കൂദാശയിൽ പരസ്പരം ബന്ധിതരാവാനായി ഈ ദേവാലയത്തിൻ്റെ പടികൾ ചവിട്ടിക്കേറിയ ബിൻസ്, അമല, ഈ വിവാഹകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇവരുടെ സ്നേഹത്തിൽ പങ്കുചേരാനായിട്ട് ചേർന്ന ദൈവജനമേ, എല്ലാവർക്കും പ്രത്യേകമായി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ സമയം, ഈ മണിക്കൂർ മാറ്റിവെക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇവിടെ ക്ഷണിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാനും ബിൻസും ഒന്നിച്ച് 2 വർഷക്കാലം തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരുന്ന് പഠിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹത്തിന് ക്ഷണനം കിട്ടിയപ്പോഴും അതിയായ സന്തോഷവും, പ്രത്യേകിച്ച് ആ നിമിഷം മുതൽ ഇവരുടെ ദാമ്പത്യം ഏറ്റവും വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഇവർ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കറിയാം, ഏറ്റവും പുറകിൽ ദേവാലയത്തിൻ്റെ പുറത്ത് ഇവർ ഒന്നിച്ച് നടന്നു കയറി വന്നപ്പോൾ, ഈ ദേവാലയത്തിൻ്റെ പടികൾ ചവിട്ടി കയറിയപ്പോൾ അവർ 2 വ്യക്തികളായിരുന്നു. 2 വ്യക്തികൾ ഇന്ന് ദേവാലയത്തിൻ്റെ അകത്തു കയറി കൂദാശകളൊക്കെ പരികർമ്മം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു അത്ഭുതം നടക്കുകയാണ്. നമുക്കറിയാം, 2 വ്യക്തികളായിരുന്നവർ ഒരു കുടുംബമായിട്ട് മാറുന്ന ഒരു മഹാ അത്ഭുതത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. 2 വ്യക്തികൾ സഭയിൽ വന്ന് പരസ്പരം ഐക്യത്തോടുകൂടി തീരുമാനമെടുത്ത് സഭയാൽ മുദ്രിതമായി അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 വ്യക്തികൾ മാറി അവിടെ ഒരു കുടുംബമായിട്ട് രൂപപ്പെടുകയാണ്. ഈ ഒരു ഭാഗ്യം ലഭിച്ച നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനും കൂടെ കടമയുണ്ട്. സ്നേഹം നിറഞ്ഞവരെയും ബിൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ ഓർമ്മ വരുന്നത്, ഞങ്ങൾ പഠിക്കാൻ നേരത്ത് ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച വ്യക്തികളാണ്. ക്ലാസ്സിൽ എല്ലാ ദിവസവും മുടങ്ങാതെ വരുന്ന ഒരു വിദ്യാർത്ഥി. അതുപോലെ തന്നെ ഞങ്ങളുടെ കണക്ക് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ബിൻസ്. കാരണം അവനാണ് ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സിന് മാത്രം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വ്യക്തി. എനിക്ക് അന്ന് ഇവനോട് ഭയങ്കര അസൂയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഈ കണക്ക് കൂട്ടലുകളൊക്കെയാണ് ഇത്രയുമൊക്കെ എത്തിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലുകളിലൊക്കെ ഇതുപോലെ വിജയം വരിച്ചതുപോലെ ഇനിയും വരുന്ന തലങ്ങളിലും ഇതുപോലെ കണക്കുകളൊക്കെ കൂട്ടി കൃത്യമായി വിജയം വരിക്കാനായിട്ട് ഇവർ 2 പേർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഞാൻ പലപ്പോഴും വിവാഹം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഞാൻ പറഞ്ഞ പ്രസംഗം കേട്ടായിരുന്നോ എന്ന് ചോദിക്കും അവരോട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അവർ പറയാം, അച്ഛാ ഞങ്ങൾ വേറെ ഏതോ ലോകത്തൊക്കെ ആയിരുന്നു, ഞങ്ങൾ പ്രസംഗം പോയിട്ട് കുർബാന പോലും മര്യാദയ്ക്ക് കൂടിയിട്ടില്ല. സ്നേഹം നിറഞ്ഞവരെ, ഇവരുടെ ഈ ഒരു കൂദാശയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ കൂദാശകൾ നിങ്ങൾ ഏറ്റവും വിശുദ്ധമായിട്ട് നിങ്ങളതിനെ കാണുക എന്നുള്ളതാണ്. വിവാഹമെന്ന കൂദാശയും വിശുദ്ധ കുർബാനയും ഏറ്റവും പവിത്രമായിട്ട് കണ്ട് പ്രത്യേകിച്ച് വന്നവരും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. വിവാഹത്തിലൂടെയും അതുപോലെ തന്നെ കുർബാനയുടെ ഏറ്റവും പരിശുദ്ധമായ ഗൃഹാന്ത പ്രാർത്ഥനകളിലേക്കും പ്രവേശിക്കുമ്പോൾ ആ സമയത്ത് പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും നമുക്ക് ഉത്തരവാദിത്വവും കടമയും ഉണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ ക്ഷണിച്ചവരെല്ലാവരും വിരുന്ന് ആസ്വദിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവർക്ക് വേണ്ടി അല്പം ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കാനും കൂടെ നിങ്ങൾ മനസ്സ് കാണിക്കണമേ എന്ന് ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.
നമ്മൾ ഇന്ന് വായിച്ച വചനഭാഗം നമുക്കറിയാം, പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു. ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കാനായിലെ വിവാഹ വിരുന്നിൽ അവൻ്റെ സാന്നിധ്യം കൊണ്ട് അവന് ഒരു അത്ഭുതത്തെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, അതിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ഇവിടെ വെള്ളമായിരുന്ന ഒരു പദാർത്ഥം അത് വീഞ്ഞായിട്ട് മാറുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വലിയ വ്യത്യാസം അതിൽ വരുത്തുന്നുണ്ട്. ഈശോയുടെ പക്കലേക്ക് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അടുത്ത് വന്നപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു കൃപയാണ്, അനുഗ്രഹമാണ് ഈ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്. നമുക്കറിയാം, ഇത് രണ്ടും രണ്ട് പദാർത്ഥങ്ങളാണ്. വെള്ളം ഒന്ന്, മറ്റൊന്ന് വീഞ്ഞായിട്ട് മാറുകയാണ്. വെള്ളം അവൻ്റെ പക്കലേക്ക് കൊണ്ടുവന്ന് അവൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് കഴിയുമ്പോൾ ആ വെള്ളമായിരുന്ന, അത്രയും നേരം വെള്ളമായിരുന്ന ആ പദാർത്ഥം ഞൊടിയിടയിൽ വീഞ്ഞായിട്ട് മാറുകയാണ്. അത് മേൽത്തരം വീഞ്ഞായിട്ട് മാറുകയാണ്. അതൊരു വലിയ അത്ഭുതവും ഒരു മാറ്റവുമാണ്. ഇന്ന് വിവാഹത്തിലൂടെ ബന്ധിതരാകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ഇവർ അനുഗ്രഹിക്കുകയും ഇവരും അല്പനേരം വരെ വെള്ളമായിരുന്നവർ ഒരു പുതിയ വീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് ഇവർ പ്രവേശിക്കുകയാണ്. നമുക്ക് അല്പം ഒന്ന് പഠിക്കാം. ഞാൻ കെമിസ്ട്രി പഠിച്ചതായ കാരണം അല്പം കൂടെ കെമിക്കൽ വെച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വെള്ളം എന്ന് പറഞ്ഞ പദാർത്ഥം അറിയാം, അത് അല്പം കൂടെയൊക്കെ ഭാരമുള്ളതാണ്. അത് രൂപാന്തരപ്പെട്ട് വീഞ്ഞായിട്ട് മാറുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ ഒരു പദാർത്ഥമായിട്ട് വീഞ്ഞ് മാറുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഒരു ഭാരക്കുറവ് അവിടെ നടക്കുന്നുണ്ട്. വെള്ളത്തിന് ഭാരമുണ്ട്, വീഞ്ഞിന് ഭാരക്കുറവാണ്. ഇത് വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇവർ പരസ്പരം ഇനി മുതൽ ഇവരുടെ ഭാരങ്ങൾ കുറയ്ക്കണമെന്ന് ഒരു വലിയ സാക്ഷ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവർ ഇന്ന് മുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കുണ്ടാകുന്ന ജീവിതത്തിലെ ഭാരങ്ങൾ പരസ്പരം താങ്ങായി പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇവർ ഇന്ന് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, വെള്ളത്തിന് എന്ന പദാർത്ഥത്തിന് അതിന് മണമില്ല, രുചിയില്ല, നിറമില്ല. വെള്ളത്തിന് എന്തില്ല? നിറമില്ല, മണമില്ല, രുചിയില്ല. സ്നേഹം നിറഞ്ഞവരെ, തമ്പുരാൻ വാഴ്ത്തി അത് മാറ്റുമ്പോൾ, വീഞ്ഞായിട്ട് മാറുമ്പോൾ ഒരു പൂർണ്ണ മാറ്റം സംഭവിക്കുകയാണ്. അവിടെ ഈ വീഞ്ഞിന് കണ്ടെത്താൻ സാധിക്കും, അതിന് മണമുണ്ട്, അതിന് രുചിയുണ്ട്, അതിന് നിറമുണ്ട്. നിറമുള്ള, മണമുള്ള, രുചിയുള്ള പദാർത്ഥമായിട്ട് തമ്പുരാൻ്റെ ആശീർവാദം മൂലം മാറ്റപ്പെടുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ വിവാഹം എന്ന കൂദാശയിൽ ഇവർ പങ്കെടുത്ത് ഇവർ ആസ്വദിക്കപ്പെടുമ്പോൾ ഈ ഇത്രയും നാള് വെള്ളത്തെ പോലെ ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ രുചിയില്ലാതിരിക്കാം, മണമുണ്ടാവാതിരിക്കാം. പക്ഷേ ഇവർ ഇന്ന് മുതൽ പരസ്പരം ഇവർ പരിമളങ്ങളായിട്ട് മാറുകയാണ്. നിറമുള്ള, രുചിയുള്ള, മണമുള്ള വ്യക്തികളായിട്ട് ഇവർ മാറുകയാണ്. അവസാനത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കുട്ടനാട്ടുകാരൊക്കെയാണ്, നമുക്കറിയാം നമ്മുടെയൊക്കെ കാലിലോ കൈയിലോ ഒക്കെ മുറിവുണ്ടെങ്കിൽ മഴക്കാലത്തോ വെള്ളപ്പൊക്കത്തോ നനയുമ്പോൾ ആ മുറിവിൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരിക്കലും ഉണങ്ങാതെ, അത് മുറിവുകൾ ഉണങ്ങാതെ ഇങ്ങനെ പഴുത്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മുടെ വീഞ്ഞ് എന്ന പദാർത്ഥം, സ്പിരിറ്റ് എന്ന പദാർത്ഥം നമുക്കറിയാം നമ്മുടെ രോഗങ്ങൾക്കും മുറിവുകൾക്കുമൊക്കെ ഒരു ഒറ്റമൂലിയാണ്. നമ്മുടെ മുറിവുകളിലൊക്കെ അത് വെച്ച് പുരട്ടുമ്പോൾ ഞൊടിയിടയിൽ തന്നെ അതിന് സൗഖ്യം പ്രദാനം ചെയ്യാനുള്ള ഒരു വലിയ ഒരു കാര്യം അതിലടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാൾ ഇവരെ വെള്ളമായിരുന്നു. ചിലപ്പോൾ മുറിവുകൾ അത് ഉണങ്ങാത്തവരെ പോലെ മുമ്പോട്ട് പോകുമ്പോൾ, വിവാഹത്തിലൂടെ ഇവർ വീഞ്ഞായി മാറുമ്പോൾ ഇവർക്കുണ്ടാകാൻ പോകുന്ന മുറിവുകൾ പരസ്പരം ഉണക്കുന്നവരായി, അല്ലെങ്കിൽ പരസ്പരം മുറിവുകളെ വെച്ച് കിട്ടുന്നവരായിട്ട് ഇവർ ഇന്ന് മാറുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു വിളിയുണ്ട്. അബ്രാഹത്തെ തമ്പുരാൻ വിളിക്കുകയാണ്, അബ്രാഹാമെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നീ ഇനി ഞാൻ കാണിക്കുന്നിടത്തേക്ക് പോവുക, അവിടെ നീ എല്ലാം ഉപേക്ഷിക്കണം, നിൻ്റെ ഇപ്പോൾ എന്തൊക്കെയുണ്ടോ, നീ ആരൊക്കെയാണോ അതെല്ലാം നീ വെടിഞ്ഞ് ഞാൻ കാണിക്കുന്ന ഇടത്തേക്ക് നീ യാത്ര തിരിക്കണം, അവിടെ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. സ്നേഹം നിറഞ്ഞവരെ, ഈ ബിൻസും അമലയും ഇന്ന് പരസ്പരം അനുഗ്രഹങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പരസ്പരം അനുഗ്രഹങ്ങളായി ഇവർ ഇന്ന് മാറട്ടെ. ഈ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മയാണ് അത് ആദ്യം തിരിച്ചറിയുക. ഇന്ന് വിവാഹത്തിൽ ഇവർക്ക് 2 കൊന്തകൾ ഇവരുടെ നെറ്റിയിൽ വെഞ്ചരിച്ച് ഇവരുടെ കരങ്ങളിലേക്ക് കൊടുക്കും. ഇവർ പരിശുദ്ധ അമ്മയും കൂടെ ചേർത്ത് പിടിക്കേണ്ട
ഒരു നിമിഷം ഇവർ ആരംഭിക്കാനും കൂടെ സഭ ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ: നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവിൻ. തമ്പുരാനിലേക്ക് ഈ പരിശുദ്ധ അമ്മ ഡയറക്റ്റ് ചെയ്യുക. പരിശുദ്ധ അമ്മ ഈശോയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് എല്ലാവരെയും അയക്കുന്നവളായിട്ട് മാറുകയാണ്. ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇവർക്ക് ഇന്നു മുതൽ സന്തോഷം മാത്രമല്ല അനുഭവിക്കാനായിട്ട് പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇനി ഒത്തിരിയേറെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരും. ആ സമയത്ത് ഇവർ പരസ്പരം ഒറ്റക്കെട്ടായി അമ്മയിലേക്ക് വന്ന് അമ്മ സഭയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അവിടെ എനിക്കൊരു ഉത്തരമുണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ വെള്ളം നിറയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. ലോജിക്കൽ നോക്കിയാൽ അതൊരു ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് തമ്പുരാൻ പറയുക. നിങ്ങൾ വെള്ളം നിറയ്ക്കാനായിട്ട് പറയുകയാണ്. ഞാനൊക്കെ ആണെങ്കിൽ ചിന്തിച്ചാൽ എന്തിനാ ഈശോ ഇത് തീർന്നു പോയപ്പോൾ വെള്ളം നിറയ്ക്കാനായിട്ട് പറയുന്നത്? പക്ഷേ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ആ കലവറക്കാർ അവൻ പറയുന്നത് അനുസരിച്ചു എന്നുള്ളതാണ്. ഒരു മറുചോദ്യം ചോദിക്കാതെ ഈശോ പറഞ്ഞത് അപ്പാടെ അവരനുസരിച്ചു. ഞാൻ ചിലപ്പോൾ നിറയ്ക്കാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുടത്തിൻ്റെ പകുതി നിറച്ചേനെ. ഇത് വെള്ളം നിറയ്ക്കാൻ എന്തിനാണ് പോകുന്നത്? പക്ഷേ അവരുടെ ആ ഒരു മനസ്സ് കാണണം. സ്നേഹം നിറഞ്ഞവരെ, അവർ വക്കോളം നിറച്ചു എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് അല്പം കൊടുക്കാനല്ല, മുഴുവനായും കൊടുക്കാൻ, വക്കോളം നിറച്ച് അവൻ്റെ പക്കലേക്ക് കൊടുത്താൽ അത് സമൃദ്ധിയായി നമുക്ക് തിരികെ ലഭിക്കുമെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമുക്ക് മറക്കാതിരിക്കാം. ഭാവിയിൽ നിങ്ങളുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ കാണുന്നൊരു വലിയൊരു ഒരു കാര്യമുണ്ട്. മക്കളെ തൻ്റേതായിട്ട് മാത്രം വളർത്തുകയും മറ്റുള്ളവർക്ക് ഒന്നുപോലും കൊടുക്കാൻ അവരെ പഠിപ്പിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുക. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു മാവിൽ നിന്ന് മാങ്ങ പറിച്ചാൽ അത് 5-6 കെട്ടുകളാക്കി തിരിച്ച് വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ എന്നെക്കൊണ്ട് തന്നെ കുടിപ്പിക്കുമായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നാം കാണുന്നുണ്ട്, ഒരു ചക്ക വെട്ടി താഴെയിട്ട് അത് അടുക്കളയിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞു പോയാലും ആർക്കും കൊടുക്കാൻ പോലും പഠിപ്പിക്കാത്ത ഒരു സമൂഹമായിട്ട് ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ വിവാഹിതരായി ഇവർക്ക് ലഭിക്കുന്ന മക്കളെ ഇതുപോലെ നന്മകൾ അഭ്യസിപ്പിക്കാൻ, പുണ്യങ്ങൾ പരിശീലിപ്പിക്കാനും കൂടെ ഇവർക്ക് കടമയും ഉത്തരവാദിത്വമുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഇവർ ഈ സഭയിൽ ഇരുകരങ്ങൾ വചനത്തിൻ്റെ മുകളിൽ വെച്ച് ഇവരിന്നൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇന്നു മുതൽ മരണം വരെ, ഇന്നു മുതൽ മരണം വരെ. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഇന്നു മുതൽ മകരം വരെ എന്നൊക്കെ പറയാറുണ്ട്. സ്നേഹം പറഞ്ഞവരെ, മകരം വരെയല്ല, ഇന്നു മുതൽ മരണം വരെ എന്നാണ്. മരണം വരെ പറയുന്നത് സന്തോഷത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലൊന്നും മാത്രമല്ല, ഇത് സമ്മിശ്രമാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരിക്കലും സന്തോഷങ്ങൾ മാത്രമല്ല വരാൻ പോകുന്നത്, അതിനപ്പുറേ ഒരു സങ്കടം കൂടെയുണ്ട്. ആരോഗ്യം മാത്രമല്ല വരാൻ പോകുന്നത്, അനാരോഗ്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇവർ പ്രതിജ്ഞയെടുക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. തമ്പുരാനെ, ഞങ്ങൾ ഇന്നു മുതൽ മരണം വരെ ഒറ്റക്കെട്ടായിരിക്കും. അതെന്തൊക്കെ വന്നോട്ടെ എൻ്റെ ജീവിതത്തിൽ, ദുഃഖമാവട്ടെ, പ്രയാസമാവട്ടെ, ഉയർച്ചയാവട്ടെ, താഴ്ചയാവട്ടെ, രോഗമാവട്ടെ, നൊമ്പരമാവട്ടെ, തമ്പുരാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കുമെന്ന് ഇവരെ പ്രതിജ്ഞയെടുക്കുകയാണ്. ഇവർ ഇന്നെടുക്കുന്ന ഈ പ്രതിജ്ഞ ഇവരുടെ അവസാനം വരെ ഇവർ ജീവിക്കാൻ ശക്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു ഉടമ്പടി ഇന്നിവരെടുക്കുമ്പോൾ, വിശുദ്ധ കുർബാന മധ്യേ ഈ വിവാഹത്തിൽ ഇവരെടുക്കുമ്പോൾ ഈ എടുക്കുന്ന തീരുമാനം ഏറ്റവും ഊർജ്ജവത്തോടു കൂടി ജീവിക്കാൻ ഇവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയും അതുപോലെ ഇന്ന് വിവാഹിതരാകുന്ന ഇവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മളെയും ഇവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുദാശ വഴി ബന്ധിതരാവുന്നവർക്ക് വേണ്ടി കർത്താവേ, വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്നോ പ്രാർത്ഥിക്കാം. കർത്താവേ, വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാവുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങളനുസരിച്ച്
മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുവരാകുവാൻ കർത്താവേ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹ ബന്ധത്തിന്റെ ആഫേദ്യതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ കർത്താവേ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരികതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉയരുകയും ദൈവമായി അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദാനം ചെയ്യുന്ന രാജ്ഞത്തിൽ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്ക് പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും റൂഹാദ കുദുശായുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ വേണം. മറ്റതിൻ്റെ ഭാഗത്തു നിന്നാരാ ഒരാളെ ചുമതലപ്പെടുത്തുന്നു? അവിടെ നിന്ന് തോമസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മേരി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി
തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മംഗല്യ സൗഭാഗ്യമേകാം, മണ്ണിനെ വിണ്ണോടു ചേർക്കാം. നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മണ്ണിനെ വിണ്ണോടു ചേർക്കാം. നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാം. യോസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാം. ഭാവുകം നേരും നിതാ, ഭാവുകം നേരും നിതാ. മംഗല്യ സൗഭാഗ്യമേകാം, മണ്ണിനെ വിണ്ണോടു ചേർക്കാം. നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാം.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പുതിയൊരു കുടുംബം ജനിച്ചിരിക്കുകയാണ്. ബെൻസിനും അമലയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അഭിനന്ദനം. അമലയെ പ്രത്യേകമായിട്ട് പുളുങ്ങുന്ന ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എത്രയോ നാളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാഗ്രഹിച്ച്, പ്രത്യേകിച്ച് ദേവസ്യാചാര്യൻ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ആ ചിന്ത തന്നെയായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ കുടുംബജീവിതം എല്ലാ രീതിയിലും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇത്രയും അടുപ്പമുള്ള കുടുംബങ്ങൾ തന്നെയാണെന്ന് ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുർബാനയുടെ സമയം ഏറ്റവും ഭംഗിയായിട്ട് അർപ്പിച്ച് ഇവരെ നമുക്ക് ശക്തിപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പള്ളിയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ പള്ളി മനോഹരമായ പള്ളിയാണ്, എന്നാലും ഒരു പാവപ്പെട്ട പള്ളിയാണ്. അച്ഛനാണ് വിചാരിച്ച് ഞങ്ങൾ നടന്നു പോകുന്നുണ്ട്, പാവപ്പെട്ട അച്ഛനുമാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ആ കടബാധ്യതകളൊക്കെ തീർക്കാൻ ഔദാര്യപൂർവ്വം നിങ്ങൾ സംഭാവന ചെയ്യണമെന്നും കൂടെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പുളുങ്കുന്ന് പള്ളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പുനകുന്നശ്ശേരിയും കാണുന്നത്. അപ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അച്ഛന്മാരുടെ പേര് പ്രത്യേകമായിട്ട് നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൻ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പാവിൻ തിരുമൈ നിളവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോ പ്രണയുക അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ
ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയകഥങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയുമായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രേഷ്ഠവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു.
ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രകിസ്മാരും മേധരാർത്ഥ ബിഷപ്പുമാരും മെത്രാപ്പോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകുവാനും വേണ്ടി ഈ ബലിയങ്ങോ കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നദ്ധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും ഇന്ന് വിവാഹിതരായ ബിൻസ് അമല ദമ്പതികൾക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങോ സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവർന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം യിസ്ഹാക്ക് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ.
അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരിൽ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നതമീതിനോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നതമീതി ഓശാന കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്
ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തയ്ക്കും ഞങ്ങളുടെ പിതാവും മേൽദർശനുമായ മാർ തോമസ് മെത്രാപ്പോലിത്തയ്ക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്ന പോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ
കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹയുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചിപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണം.
ആഗതനാകുമന്നീശോ അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമന്നീശോ അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ വാവായൻ യേശുനാഥാ വാവായൻ സ്നേഹനാഥാ വാവായൻ യേശുനാഥാ വാവായൻ സ്നേഹനാഥാ വന്നു വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ അങ്ങൻ്റെ ഉള്ളത്തിൽ വന്ന അരുതാത്തതെല്ലാം അലയും അങ്ങൻ്റെ ഉള്ളത്തിൽ വന്ന അരുതാത്തതെല്ലാം അകലും അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും വാവായൻ യേശുനാഥാ വാവായൻ സ്നേഹനാഥാ വാവായൻ യേശുനാഥാ വാവായൻ സ്നേഹനാഥാ വന്നു വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ മനുഷ്യർഗോപദേശിയായ മിശിഹായും തിരുശരീരവും തിരുരക്തവും ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിലും ദാനമാകട്ടെ സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടുകൂടി എതിരേൽക്കുവാനും സ്വർഗീയ കടങ്ങളോടുകൂടി സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി ഹൃദയം സമർപ്പിക്കാം. അവനുമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും റൂഹാദ കുദിശായുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും നായകനായ മാർ യൗസേപ്പിൻ്റെയും ആതിഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. അനന്തമാകും സ്നേഹത്താ മനുജനെ സൃഷ്ടിച്ചഖിലേശൻ ജീവിത സഖിയെ നൽകുന്നു. അവനെ വാഴ്ത്തി വണങ്ങിടാ. അബ്രാഹത്തെ സാറായേ അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളിടണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാക്കണമേ. ഇവരുടെ ആശ പ്രതീക്ഷകളെ സഫലീകൃതമായി തീർക്കണമേ. ആവശ്യമേരത്തെന്നെന്നും സഹായം തന്നരുളണമേ. മിത്രങ്ങളെയും നൽകിടണേ. ഇവരെ കാത്തരുളിടണമേ. സ്വർഗീയ മണവാളൻ സവിധേ സ്തുതിതൻ ഗീതികളെന്നെന്നും അർപ്പിച്ചിടുവാൻ നൽകൃപയാൽ ദൈവം വരമിന്നരുളട്ടെ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും നവദമ്പതിമാരിരുവർക്കും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.